സമുദ്രതീരങ്ങളിൽ വീണ്ടും ചോരമണം പടരുകയാണ്. അന്താരാഷ്ട്ര കടൽപാതകൾ ഇന്ന് മരണക്കെണികളായി മാറിക്കഴിഞ്ഞു. കരിങ്കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് മനുഷ്യ മനസ്സിനെ നടക്കുന്ന വിവരങ്ങളാണ്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഈ ദാരുണ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. റഷ്യൻ തീരത്തുകൂടി ഭയത്തോടെയും ആശങ്കയോടെയും സഞ്ചരിക്കുകയായിരുന്ന MV ഒമോർഫി എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ആ മാരക ആക്രമണമുണ്ടായത്. ജൂലൈ 18 നടന്ന കറുത്ത ദിനത്തിൽ 3 മലയാളികളടക്കം 10 മനുഷ്യരുടെ ജീവനായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരു ഇന്ത്യക്കാരന്റെ ജീവൻ പൊലിഞ്ഞപ്പോൾ മറ്റ് 2 ഇന്ത്യക്കാർ തലനാരിഴക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സ്വന്തം നാട്ടിലെ പ്രിയപ്പെട്ടവർക്കായി കടൽ തീരത്ത് അധ്വാനിക്കാൻ പോയ ഒരു പാവം നാവികന്റെ മൃതദേഹം ഇനി പെട്ടിയിലടച്ച് നാട്ടിലെത്തിക്കാനുള്ള നടുക്കുന്ന നടപടികളിലാണ് നമ്മുടെ രാജ്യം. ഇതിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ കടുത്ത പ്രതിഷേധം ഉയർത്താൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഭയം ഇവിടെയും തീരുന്നില്ല. കരികടൽ മാത്രമല്ല, ലോക വ്യാപാരത്തിന്റെ ജീവനനാഡിയായ ഹോർമൂസ് കടലിടുക്കും ഇപ്പോൾ ഭീതിയുടെ മുനമ്പിലാണ്. കഴിഞ്ഞ ദിവസവും ഹോർമൂസിൽ ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് 28 ഇന്ത്യക്കാരുടെ ജീവൻ അവിടെ രക്ഷപ്പെട്ടത്. ലോകം ഒരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടപ്പെടുകയാണോ എന്ന വലിയ ഭയം ഇന്ന് ഏവരെയും ഗ്രസിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു ഏറ്റുമുട്ടലല്ല, മറിച്ച് ലോകത്തെ തന്നെ വലിപ്പച്ചെറുപ്പമില്ലാതെ തകർത്തെറിയാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ വിത്തുപാകലാണ്. ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്ക തൊടുത്തുവിടുന്ന ബോംബുകൾ ഗൾഫ് മേഖലയെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ബന്ദർ അബ്ബാസ് അടക്കമുള്ള തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആകാശത്തു നിന്ന് മരണമഴ പെയ്യിക്കുകയാണ്. എന്നാൽ തോറ്റുകൊടുക്കാൻ ഇറാനും തയ്യാറല്ല. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഈ ഭൂപ്രദേശത്തെ ഒന്നാകെ ചാരമാക്കുമെന്ന ഭീതി ഉയർത്തുന്ന സമാധാന ചർച്ചകളുടെ അവസാന വാതിലും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ സൈനിക നടപടി, അല്ലെങ്കിൽ അടിയറവ് പറയുന്ന കരാർ. ഇതിൽ ഒന്ന് മാത്രമാണ് ഇറാന്റെ മുന്നിലുള്ള വഴിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ ആരെങ്കിലും തൊട്ടാൽ ഇറാന്റെ ഭൂപടം തന്നെ ഇല്ലാതാക്കുമെന്ന ഭയങ്കരമായ ഭീഷണിയാണ് അമേരിക്ക മുഴക്കുന്നത്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കഴിഞ്ഞു. ലോക സാമ്പത്തിക രംഗം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥ. കപ്പൽ ഗതാഗതത്തിലെ ഈ ഭയാനകമായ സാഹചര്യം ചർച്ച ചെയ്യാൻ ഒമാന്റെ ദൂതന്മാർ ഇറാനിൽ എത്തിയെങ്കിലും എന്ത് സംഭവിക്കൂ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. അതിനിടെ ഈ പുകയൊന്ന അഗ്നിപർവ്വതത്തിന് മുകളിൽ കൂടുതൽ ദുരൂഹതകൾ നിഴലിക്കുകയാണ്. ഇസ്രയേൽ ഈ യുദ്ധത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള രഹസ്യ ഭിന്നതകളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. എന്നാൽ ഈ ഭയം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച അമേരിക്കയിലേക്ക് തിരിക്കുകയാണ്. മറ്റ് പരിപാടികൾക്കായാണ് സന്ദർശനമെന്ന് പുറമെ പറയുമ്പോഴും ഡൊണാൾഡ് ട്രംപുമായി നെതന്യാഹു നടത്തുന്ന രഹസ്യ കൂടിക്കാഴ്ച പശ്ചിമേഷ്യയുടെ വിധി എഴുതുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ ഇനിയൊരു ലോകമഹായുദ്ധത്തിന്റെ വിത്തുപാകാനോ അതോ ഭയത്തിന്റെ നിഴലിൽ ചർച്ചകൾക്ക് വഴി തുറക്കാനോ എന്ന് തീരുമാനിക്കുന്നത് ഈ കൂടിക്കാഴ്ചയായിരിക്കും. പക്ഷേ ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാണ്. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക, ശത്രുവിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക. അമേരിക്ക സമാധാനത്തിന്റെ ഒരു ചെറിയ സാധ്യതയെങ്കിലും മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് ഇസ്രയേൽ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും അമേരിക്ക ഇറാന് നേരെ മാരകാക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഇസ്രയേൽ കൂടി ഈ കൂട്ടക്കുരുതിയിൽ പങ്കാളിയാകുമോ? അങ്ങനെ സംഭവിച്ചാൽ അത് പശ്ചിമേഷ്യയുടെ മാത്രം നാശമായിരിക്കില്ല, മറിച്ച് ലോകം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ഭയാനകമായ ഒരു ദുരന്തത്തിന്റെ തുടക്കമായിരിക്കും. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് ലോകം.